വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൗ ഐ ക്യൂർഡ് മൈ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് ഓൺ മൈ ഫേസ് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബിക്കോസ് എൻ്റെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനൊരു 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ്. ഞാനൊരു 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ മുതൽ എൻ്റെ ഫേസിൽ നല്ല പോലെ ഡാർക്ക് സ്പോട്ട്സും അതുപോലെ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഫേസ് തീരെ ഹെൽത്തി ആയിരുന്നില്ല. ബിക്കോസ് ഓഫ് മൈ കുറച്ച് എന്താ പറയുക കയ്യിലിരിപ്പുകൾ അതുകൊണ്ടാണ് വന്നത് എന്നും പറയാം. അതല്ലാണ്ട് എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അതും ഞാൻ എങ്ങനെയാണ് ക്യൂർ ചെയ്തതെന്നുള്ളതും ഇതിൽ പറയാം. അപ്പോൾ PCOD ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പലതരത്തിലാണ് പല ആൾക്കാർക്ക് അത് ബാധിക്കുക. ചിലപ്പോൾ എന്താ പറയുക അൺവാണ്ടഡ് ഹെയർസ്, അതായത് ഫേസിൽ ഹെയർ ഗ്രോത്ത്, അതുപോലെ പിമ്പിൾസ് വരാം, ഡാർക്ക് സ്പോട്ട്സ് വരാം, അങ്ങനെ ചെറിയ പോഴ്സ് ഉണ്ടാവാം. പിന്നെ പലതരത്തിൽ എന്താ പറയുക നമുക്ക് ഈ PCOD നമ്മളെ എഫക്റ്റ് ചെയ്യും. എന്നെ എഫക്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പോലെ പിമ്പിൾസ് വരാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് നെറ്റിയിലും കവളത്തും താടിയിലും മൂക്കിലും എല്ലായിടത്തും പിമ്പിൾസ് വരിക. അതുപോലെ നല്ല താരനുണ്ടായിരുന്നു തലയിൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പലതരത്തിലാണ് നമുക്ക് ഇത് എഫക്റ്റ് ചെയ്യുക. ഈ PCOD എഫക്റ്റ് ചെയ്യുക. എന്നെ എഫക്റ്റ് ചെയ്തത് പിമ്പിൾസ് ആയിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ ഈ പിമ്പിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടിക്കുക. അതിപ്പോൾ ഒരു ഭൂരിഭാഗം ആൾക്കാരും പൊട്ടിച്ച് കളയും. അത് അങ്ങനെയാണ്. എന്തായാലും കുറച്ച് ആൾക്കാരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരായിരിക്കും കൂടുതലും എന്താ പറയുക ഇത് പൊട്ടിക്കാണ്ടിരിക്കുന്നുണ്ടാവാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് കുരു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളക്കുരു കാണുമ്പോൾ എനിക്കത് പൊട്ടിക്കണം. അങ്ങനെ പൊട്ടിച്ചിട്ട് പാടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോവാത്ത പോലത്തെ പാട്. ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ പെട്ടെന്ന് ടാൻ അടിക്കുന്ന ഫേസാണ്. എൻ്റെ ഒരു ഓയിലി ഫേസ് ആയിരുന്നു കേട്ടോ, നല്ല ഓയിലി ഫേസ് ആയിരുന്നു. ബട്ട് മറ്റുള്ള സ്കിൻ പോർഷൻസ്, അതായത് ഇപ്പോൾ ഹാൻഡ് ആയാലും ലെഗ് ആയാലും ഒക്കെ നോക്കുമ്പോൾ അതൊരു കോമ്പിനേഷൻ ടൈപ്പാണ്. ഇപ്പോൾ കാറ്റുകാലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വര വീഴും, അങ്ങനത്തെ ഒരു ടൈപ്പ്. എന്നാൽ ഓയിലി ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഫേസ് ഭയങ്കര ഓയിലിയാണ്. എന്നിട്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഒരു മിനിറ്റ് അപ്പോൾ നമ്മളെവിടെയായിരുന്നു നിർത്തിയത്? ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനൊരു പേരയിലെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന്. എൻ്റെ ഫസ്റ്റ് വീഡിയോ അതായിരിക്കാം, ഫസ്റ്റ് വ്ളോഗ് അതായിരിക്കാം. നമ്മൾ പേരയിൽ പറിക്കാൻ പോകുന്നു, അത് പൊട്ടിക്കുന്നു, അത് അരയ്ക്കുന്നു, അങ്ങനെ ഒരു പേരയിലെ ഫേസ് പാക്ക് നമ്മൾ ഇട്ടു. പക്ഷെ ഞാനത് യൂസ് ചെയ്യാണ്ട് വെറുതെ കാണിച്ചു തരല്ല കേട്ടോ ചെയ്തത്. മൊത്തമായിട്ട് നിങ്ങളെ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു വാവ് വാട്ട് എ ഗ്ലോ എന്ന്. അത് സത്യമാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ വീട്ടിലുള്ള ഹോം റെമഡീസും കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് കുഴപ്പമില്ലാത്ത കാര്യം. പക്ഷെ നിങ്ങൾക്കത് പെർമനൻ്റ് ആയിട്ട് വേണമെന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു വട്ടം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. അത് സത്യമാണത്. അത് ഞാൻ പലവട്ടം പല ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കി ഇപ്പം മടുത്തു. സത്യം പറഞ്ഞാൽ മടിയാണ് ഇപ്പം എനിക്ക്. എന്തെങ്കിലും ഞാൻ വിചാരിക്കാറുണ്ട് ഇടയ്ക്കൊന്നൊരു കാപ്പിപ്പൊടിയും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഇടാം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ മടിച്ചായതുകൊണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല. സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എന്താ പറയുക ഒരു പെർമനൻറ്റ് ഗ്ലോ കിട്ടണം അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവണം ഉണ്ടെങ്കിൽ യു ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ എന്തായാലും നിങ്ങൾ കൺസൾട്ട് ചെയ്തിരിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫേസിൽ ഈ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക പ്രശ്നമായിരുന്നു. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അയ്യോ മോളെ എന്താ മുഖത്ത്, അയ്യോ എന്താ നെറ്റീമേ. എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കാരണം പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. ഞാൻ അമ്മോട് എപ്പോഴും പറയും ഈ ഒരു കാര്യം ചോദിക്കാനല്ലാണ്ട് വേറെ ആൾക്കാർക്ക് ഒന്നും ചോദിക്കാനില്ലാന്ന്. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ പോലും ചോദിക്കാറില്ല. ബിക്കോസ് യു ക്യാൻ സീ ദാറ്റ് റിസൾട്ട്. ഞാൻ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഞാൻ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. മെഡിസിനും കാര്യങ്ങൾ എടുക്കുന്നത് സേഫ് ആണെന്നൊന്നും ഞാൻ പറയില്ല. അത്രയും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവില്ലേ, എൻ്റെ പോലെ ഞാൻ നല്ല ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു ഈ ഒരു ഫേസും വെച്ച് പുറത്തിറങ്ങാനായിട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ടാൻ അല്ല റിമൂവ് ചെയ്യേണ്ടത്. നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ തന്നെ അത്യാവശ്യം വൃത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാനിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഞാൻ ഫസ്റ്റ് ഒരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇതെങ്ങനെയാണ് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജിൽ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോണത്. ആ ഒരു ഫ്രണ്ട് എന്താ വെച്ചാൽ അവളുടെ ഫേസ് ഭയങ്കര ക്ലിയറാണ്.
അവളുടെ ഫേസ് ഭയങ്കര ക്ലിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഗ്ലോയി ആയിട്ടുള്ള സ്കിന്ന്. പക്ഷെ അതെല്ലാവരും അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ കുട്ടി തന്നെ സ്റ്റോറിയിൽ, ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടു മുന്നത്തെ ഫേസ്, ബിഫോർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ് നിറച്ച് പിമ്പിൾസ്. എൻ്റെ ഫേസിലുള്ള പാടുകളൊന്നും ഒന്നുമല്ല. പിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, വെള്ള കളറായിട്ട് ഇങ്ങനെ ചെലം ഇങ്ങനെ പുറത്തേക്ക് ഇതായിട്ട് നിൽക്കുന്ന കുറേ പിമ്പിൾസ് ഉള്ള ഒരു ഫേസ് ആയിരുന്നു ആ കുട്ടിയുടെ. എന്നിട്ട് ആൾക്കാർ പിന്നത്തെ സ്റ്റോറിയിൽ ചോദിക്കാൻ തുടങ്ങി. ആൻഡ് ഞാൻ പോലും ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ ക്യൂർ ചെയ്തു എന്ന്. ബിക്കോസ് ഐ വാസ് സോ എക്സൈറ്റഡ് ടു നോ അബൌട്ട് ദാറ്റ്. എനിക്കത് അറിയണം. കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് ഇനിയൊന്നും എൻ്റെ ഫേസിൽ എനിക്ക് ട്രൈ ചെയ്യാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചു. പിന്നെ ആ കുട്ടി സ്റ്റോറി ഇട്ടു. ഇങ്ങനെ കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കുട്ടി സ്റ്റോറി ഇട്ടിട്ട് അടിയിൽ മെൻഷൻ ചെയ്തു ആരെയാണ് കാണിച്ചത്, അല്ലെങ്കിൽ എന്ത് മരുന്നാണ് കഴിക്കുന്നത്, എന്താണ് തേക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു കുട്ടിയോട് ഏത് ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടറെ പേര് പറഞ്ഞിരുന്നു. തൃശ്ശൂരുള്ള ജൂബിലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മേഴ്സി പോൾ, ഡോക്ടർ മേഴ്സി പോൾ ആയിട്ടുള്ള മേഴ്സി പോൾ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ടുള്ള മേഴ്സി പോളിനെയാണ് ആ കുട്ടി കൺസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പോയി കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കുട്ടി എനിക്കിത് പറഞ്ഞു തന്നിട്ട് 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡോക്ടറെ കാണാൻ പോകുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയണ പോലെ തന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട്, അത്രയും കാലം പറയാറുണ്ട് എല്ലാ ഞായറാഴ്ച അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്മോട് പറയും അമ്മ പോകണം, ഒന്ന് കാണണം, കൺസൾട്ട് ചെയ്യണം. ലാസ്റ്റ് ഞാൻ നമ്പറൊക്കെ തപ്പിയെടുത്ത് ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ട് ബുക്ക് ചെയ്തു. പോയപ്പോഴാണ് അറിയുന്നത് ഭയങ്കര തിരക്കുള്ള ഡോക്ടറാണ്. ബിക്കോസ് ഒരുപാട് ആൾക്കാർ പാലക്കാട് നിന്ന് പോലും ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. ആളുടെ ക്ലിനിക് ഹോസ്പിറ്റൽ അല്ലാണ്ട് ക്ലിനിക് ഉണ്ട്. അങ്ങനെ ക്ലിനിക്കിലേക്കാണ് ഞാൻ പോയത്. ആൻഡ് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു. ആദ്യം തന്നെ ഡോക്ടർ ഫേസും കാര്യങ്ങളൊക്കെ നോക്കി ഒരു എന്താ പറയുക മെഡിസിനാണ് എനിക്ക് തന്നത്. അതായത് നമുക്ക് ഇൻടേക്ക് ചെയ്യേണ്ട ഒരു മെഡിസിനാണ് എനിക്ക് തന്നത്. അതിന് മെഡിസിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും ഡോക്ടർ മെഡിസിനൊക്കെ എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എനിക്കൊരു മെഡിസിൻ തന്നു. അങ്ങനെ ഞാനത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം പീരീഡിൽ ആ ഒരു മെഡിസിൻ കഴിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ വീണ്ടും പോയി കൺസൾട്ട് ചെയ്തു. അങ്ങനെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് ക്യൂർ ആവാൻ തുടങ്ങി. അങ്ങനെ റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി. കാരണം കുറച്ച് ഭാഗങ്ങൾ മാത്രം ക്ലിയർ ആകുമ്പോൾ തന്നെ നമുക്കതൊരു സമാധാനമാണ്. കാരണം ഈ നെറ്റിയിലൊക്കെ ഭയങ്കര, ഇപ്പോഴും നെറ്റിയിൽ എനിക്ക് ടാൻ ഉണ്ട് കേട്ടോ, അത് പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചായി. സ്റ്റോപ്പ് ചെയ്തു. അത് പ്രോപ്പറായിട്ട് കഴിക്കണം. അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല. എനിക്ക് ടൈം പീരീഡ് ഇങ്ങനെ കുറച്ച് കൊടുന്നു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആദ്യം നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരുന്നല്ല എന്തുതന്നെയാണെങ്കിലും ആദ്യം ഈ ഉള്ളിലുള്ള സാധനങ്ങൾ, ഇനിയും പുറത്തേക്ക് വരാണ്ട് കിടക്കുന്ന ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരും. ആദ്യം അങ്ങനെ പുറത്തേക്ക് വന്ന് പിന്നെ അത് വീണ്ടും ക്യൂർ ആവാൻ തുടങ്ങും. അങ്ങനെയാണ്. എനിക്കൊരു എന്താ പറയുക ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു ക്രീമോ അങ്ങനെ ഒന്നുമല്ല തന്നത്, ഇൻടേക്കാണ് തന്നത്. ഞാനത് കഴിച്ചു. മരുന്നാണെങ്കിൽ അവിടെ മാത്രമേ കിട്ടുള്ളൂ. കാരണം ആ ഡോക്ടറുടെ മരുന്ന് തൃശ്ശൂർ ഒരു ജൂബിലി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ പോയി കഴിച്ചു. പിന്നത്തെ പ്രാവശ്യം പോകുമ്പോൾ എൻ്റെ ഹെയറിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, എവിടെയായിട്ട് പറയുക, ഈ ഒരു പോർഷനിൽ ഒരു വട്ടം താരൻ വന്നിട്ട് ഒരു വട്ടം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. മരുന്നല്ല, ഒരു ഷാമ്പു പറഞ്ഞു തന്നു. അങ്ങനെ ആ ഷാമ്പു യൂസ് ചെയ്ത് അത് മാറി. സോ ഐ ട്രസ്റ്റഡ് ഹെർ ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു മൈ ഫ്രണ്ട്. എനിക്കിത് സജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. കാരണം എൻ്റെ ഈ ഫേസ് മുന്നേ തൊട്ടിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു റിസൾട്ട്. ഇപ്പോഴും നല്ല റിസൾട്ട് ഉണ്ടെന്നൊന്നും പറയില്ല, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോർഷനിൽ കണ്ടില്ലേ, ഈ ഒരു സാധനം പോവാണ്ടിരിക്കുകയാണ്. കാരണം അത് അത്രയും ഡെപ്തിൽ വന്നൊരു പിമ്പിളാണ്, അത്രയും ഡെപ്തിൽ ഉണ്ടായിട്ടുള്ളൊരു പാടാണ്. പിന്നെ ഇവിടെ കുഞ്ഞു പാടുകളുണ്ട്. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. മൂക്കിലൊക്കെ എപ്പോഴും പിമ്പിൾസാണ്. ഈ ഭാഗത്ത് വലിയൊരു പിമ്പിൾ വരും, ഇവിടെ ഒരു പിമ്പിൾ വരും. മൂക്ക് മൊത്തം കറുത്തിട്ടായിരിക്കും എപ്പോഴും, ഡാർക്ക് സ്പോട്ട്സ് കാരണം. പിന്നെ എൻ്റെ ഇപ്പം നെറ്റിയൊക്കെ ക്ലിയറായി. കുഞ്ഞു പാട് അവിടെ ഇവിടെ ഉണ്ടെന്നല്ലാണ്ട് ഓൾമോസ്റ്റ് അത് പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ, ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും ഒക്കെ വെച്ച് നല്ല ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഒരു നല്ല സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ എന്ത് പരീക്ഷിക്കുകയാണെങ്കിലും. വേറെ എവിടെയും നമ്മൾ പരീക്ഷിക്കുന്നത് പോലെയല്ല നമ്മുടെ ഫേസ്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫേസിലേക്കാണ് എല്ലാവരെയും മുഖം പോവുക, അല്ലേ? സത്യമാണത്. ഇപ്പോഴും കളറിൻ്റെ ബേസിസിലൊക്കെ ഒരുപാട് എന്താ പറയുക
താഴ്ച കെട്ടുന്ന ആൾക്കാരുണ്ട്. അതിപ്പോഴും ഒരു സംഭവമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുണ്ട്. ഈവൻ ഞാൻ പോലും എനിക്ക് പല സ്ഥലത്തുനിന്നും എന്താ പറയുക, ഞാൻ അത്ര ഡാർക്കാണെന്ന് ഞാൻ പറയില്ല, ഒരു മീഡിയം സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അത് അങ്ങനെയാണ്, ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ബോധറിയേണ്ട ആവശ്യമില്ല. നമ്മൾ പിമ്പിൾസ് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലുള്ള പിമ്പിൾസ് കുഴപ്പമില്ല, പാട് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഓക്കെ. പക്ഷെ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് കുറവിൻ്റെ ഒരു പ്രശ്നം തന്നിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് എന്താ പറയുക, മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ, അതിലേക്ക് എന്താണ് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ട്രീറ്റ് ചെയ്യുക. അതല്ലാതെ നമ്മളായിട്ട് പുതിയ കാര്യങ്ങൾ എന്താ പറയുക ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഇത് വേറെ ഒന്നുമല്ല. നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആണ്. സോ ആദ്യം തന്നെ ആൾക്കാർ നോട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസാണ്. നമ്മൾ അതിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാം, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലുള്ള ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ, ഞാൻ പല എന്താ പറയുക ഹോം റെമഡീസും ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് കൂടിയിട്ടുണ്ട്. ചിലത് എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫേസൊക്കെ ടാനൊക്കെ മാറിയിട്ടുണ്ട്. ടാൻ മാറിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാപ്പിപ്പൊടി നല്ലതാണ്, കാപ്പിപ്പൊടി ടാൻ മാറാനായിട്ട് നല്ലതാണ്. പക്ഷെ അത് നല്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അത് 1-2 വട്ടം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. സോ അത് നിങ്ങൾ നല്ല രീതിക്ക്, നിങ്ങൾക്ക് ചിലർക്ക് തീരെ കുഴപ്പമുണ്ടാവില്ല ഹോം റെമഡീസ്, അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാം. പക്ഷേ നല്ല പിമ്പിൾസും കാര്യങ്ങളുള്ള ആൾക്കാർ വേറെ സാധനങ്ങളൊന്നും മേടിച്ച് മറ്റുള്ളവരുടെ റിവ്യൂവും കാര്യങ്ങളൊന്നും കണ്ട് മേടിച്ച് തേക്കാണ്ടിരിക്കുക, അത്ര പറയാനുള്ളൂ. കാരണം എനിക്ക് അത്യാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറയാം, ഇൻസ്റ്റാഗ്രാമിലുള്ള ആരെ പേരും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഒരു ചേച്ചി, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ആളുടെ ഫേസിൽ ആൾ എന്തൊക്കെയോ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ആൾ തന്നെ വീഡിയോസ് ഇടുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ട് പാർട്ട് 1, 2, 3 ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആൾ തന്നെ അത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഫേസ് നല്ല പോലെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ പോയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത്ര പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ മേടിച്ച് തേക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഒരു നല്ല ഡോക്ടറെ എടുത്ത് എന്താ പറയുക കൺസൾട്ട് ചെയ്ത് ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാത്രം യൂസ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഇപ്പം എല്ലാവർക്കും സൺസ്ക്രീൻ വേണം, എല്ലാവരും സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാത്ത ആൾക്കാരാണ്. ഞാൻ പക്ഷേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഒരു 1 ഇയറോളായി. കാരണം നല്ല സൺസ്ക്രീനുകളുണ്ട്, എനിക്ക് ഒരു വട്ടം നല്ല റിസൾട്ടൊക്കെ തന്നിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ ഞാനത് മേടിച്ചിട്ടില്ല. എനിക്ക് എന്താണോ ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് പേടിയായിരുന്നു ഫേസിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ആ മരുന്ന് കഴിച്ചത് കൊണ്ട് എൻ്റെ ഓയിലിനെസ് ഒക്കെ ഒരു ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. മൊത്തം പോയത് പറയില്ല, എന്നാലും ഓൾമോസ്റ്റ് എൻ്റെ ഓയിലിനെസ് ഒക്കെ ഫേസിലുള്ളതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് പോവുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ പോവുകയാണ്. സോ എനിക്ക് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ഞാൻ എങ്ങനെ ഭംഗി നോക്കാം കേട്ടോ. ഓക്കെ, ഡോക്ടറെ ഒന്നുകൂടി കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് ഇതൊന്നുകൂടി ക്യൂർ ചെയ്യാനുള്ള പുതിയൊരു ഡോക്ടറോട് സംസാരിച്ച് പുതിയ മരുന്നും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്നുകൂടി കൺസൾട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ഇഫ് യു വോണ്ട് ഡോക്ടേഴ്സ് നമ്പർ ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞാൻ 1-2 ആൾക്കാർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് 1-2 ആൾക്കാരൊക്കെ ഡോക്ടറെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വേറെ കുറേ കാര്യങ്ങൾക്ക്. ആൻഡ് PCODയുടെ കുറിച്ചിട്ട് പറയാം, അതുകൂടി ഒന്ന് പറയാം. എനിക്ക് PCOD ഉണ്ടായിരുന്നു, അതുപോലെ പീരീഡ്സ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. ഒരു ടൈമിൽ അത്യാവശ്യം മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പീരീഡ്സ് ആയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ച് അധികം ബോധർ ചെയ്യാത്ത കാരണം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണിക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. അങ്ങനെ സ്കാൻ ചെയ്തു, അതിനെ PCOD ആണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഡോക്ടർ ഉണ്ട്. നമ്മുടെ ഗുരുവായൂർ തന്നെയുള്ള ഒരു ക്ലിനിക്കാണ്, ചന്ദ്രിക ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ അടുത്ത് പോയി, ആൾ ഗൈനക്കോളജിസ്റ്റും എന്താ പറയുക ആളുടെ ഒരു എന്താ പറയുക ക്ലിനിക്കാണത്. അവിടെ ഈ ഗൈനക്കോളജിസ്റ്റ് മാത്രം ഉള്ള ഒരു ക്ലിനിക്കാണ്, ആളുടെ സ്വന്തം ക്ലിനിക്കാണ്. ഗുരുവായൂരുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ ആളെ പോയി കണ്ടു. എനിക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഞാനൊരു വട്ടം ഫുഡ് പോയ്സൺ വന്നിട്ട് ആദ്യം പോയത് ഡോക്ടറെ അടുത്തേക്ക്, തൊട്ടടുത്തുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ഡോക്ടറെ അടുത്ത് നിന്ന് പോയിട്ട് എനിക്ക് പെട്ടെന്ന് ക്യൂർ ആവുക അവിടെ പോയാൽ. ഞാനാണെങ്കിൽ പോവാൻ ലേറ്റ് ആവും. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നടക്കും. പക്ഷെ പോകാൻ ലേറ്റ് ആയാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പോയ സ്ഥലത്ത് നിന്ന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടും. അതാണ് ഈ 2 ഡോക്ടേഴ്സിന് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്.
സോ ഞാൻ PCODക്ക് ആ ഡോക്ടറാണ് കാണിച്ചത്. അവിടെ പോയി എൻ്റെ PCODയും ക്യൂറായി, പീരീഡ്സ് കറക്റ്റായി. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇനി എന്ത് കാര്യമാണെങ്കിലും, നമ്മളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾ അങ്ങനെ ആവാൻ ശ്രമിക്കുക. ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മറ്റുള്ള ഹോം റെമഡീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ നമ്മളെ ക്യൂർ ചെയ്യാതെ ആദ്യം തന്നെ ഒരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള എൻ്റെ എന്താ പറയുക, നമുക്ക് പിച്ചിച്ചീന്തിയ ഏടുകൾ, എൻ്റെ മാത്രം പിച്ചിച്ചീന്തിയ ഏടുകളുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. ബൈ.